ഹലോ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന വൺ ഓഫ് ദ ഫേമസ് മോണ്യുമെന്റ്സ് ആയിട്ടുള്ള ഇന്ത്യ ഗേറ്റ് ആണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച ധീര ജവാന്മാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ഒരു ചെറിയ ഇന്ത്യ ഗേറ്റ് കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നൊക്കെ തോന്നാം, പക്ഷെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ക്ഷമ മാത്രം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് കുറച്ച് കാർഡ്ബോർഡ് ബോക്സും പിന്നെ കുറച്ച് ബാംബൂ സ്റ്റിക്സും. കുട്ടികൾക്കൊക്കെ സ്കൂൾ പ്രൊജക്ട്സ് ആയിട്ട് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് ആയാലും റിപ്പബ്ലിക് ഡേക്ക് ആയാലും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്രാഫ്റ്റാണിത്. അപ്പം നമുക്ക് സമയം കളയാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകണമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ കാർഡ്ബോർഡ് തന്നെയാണ്. പിന്നെ കാർഡ്ബോർഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കട്ടറോ ക്രാഫ്റ്റ് നൈഫോ വേണം. പിന്നെ വേണ്ടത് പെൻസിലും സ്കെയിലും, പിന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഗ്ലൂ. ഞാനിവിടെ ഫെവിക്കോൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ആക്രിലിക് പെയിന്റും കൂടെ ആവശ്യമുണ്ട്. പെയിന്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡിന് അത്യാവശ്യം ഒരു ഡാർക്ക് കളറാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പെയിന്റ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ഇന്ത്യ ഗേറ്റിന് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കണം. ഇന്ത്യ ഗേറ്റ് ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആണല്ലോ. ഒന്നുകിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ട് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ബോക്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഷേപ്പിലുള്ളൊരു ഏതെങ്കിലും ഒരു ബോക്സ് എടുത്താലും മതി. ഞാൻ തൽക്കാലം എൻ്റെ കയ്യിൽ ഏകദേശം ആ ഒരു ഷേപ്പിലുള്ളൊരു പഴയ കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടായിരുന്നു, അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ 4 ഭാഗത്തും ഒരു ആർച്ച് ഷേപ്പിലുള്ള ഓപ്പണിങ്സ് ഉണ്ടല്ലോ. അപ്പം ആദ്യം തന്നെ നമുക്കത് ആ ബോക്സിൻ്റെ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ടത് ഒരു കട്ടറോ ക്രാഫ്റ്റ് നൈഫോ അങ്ങനെ എന്തുണ്ടെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു 4 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓരോ കോർണേഴ്സിലും ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ടോപ്പ് പോർഷനാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ മുകളിലോട്ട് പോകുമ്പം ഡിഫറെൻറ്റ് ലെയേഴ്സ് പോലുള്ളൊരു സ്ട്രക്ചറാണല്ലോ. അപ്പം ഓരോ ലെയേഴ്സും ഇതുപോലെ കാർഡ്ബോർഡ് കട്ടിങ്സ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഏറ്റവും വലിയ പീസ് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ അതിനേക്കാളും കുറച്ചുകൂടെ ചെറിയ പീസ്, പിന്നെ അതിൻ്റെ മുകളിൽ അതിനേക്കാളും കുറച്ച് ചെറിയ പീസ് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുകളിലോട്ട് പോകുന്ന രീതിയിൽ ഞാനിവിടെ ഒരു 4 ലെയേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തത് ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ അതൊരു 3-4 മിനിറ്റ് എടുക്കും ഒന്ന് ഫിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ഡോം ലൈക്ക് പോർഷനും കൂടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഡോം ലൈക്ക് പോർഷൻ എന്ന് വെച്ചാൽ ആ ഒരു താഴികക്കുടം പോലെ കാണുന്ന ഒരു റൗണ്ടഡ് ഷേപ്പിലുള്ള ഒരു സാധനമല്ലേ, അതാണ്. അതുണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഈ സെയിം കാർഡ്ബോർഡിൻ്റെ തന്നെ ആ ഒരു ബ്രൗൺ പേപ്പറാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള 2 കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് കവർ ചെയ്തും കൂടെ കൊടുക്കണം. ഇനി നമുക്ക് നേരെ താഴോട്ട് വരാം. ഇനി ആ ടോപ്പ് പോർഷൻ്റെ തൊട്ട് താഴെയായിട്ട് അതുപോലെ ഒരു കാർഡ്ബോർഡ് സ്ട്രിപ്പ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 സൈഡ് പീസസും കൂടെ ഇതുപോലെ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ കുറച്ച് റെക്ടാങ്കിൾ ഷേപ്സിൽ കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു 3D ലുക്കൊക്കെ കിട്ടുക. ഇത് 2 പില്ലേഴ്സ് പോലെയാണല്ലോ വരുന്നത്. അപ്പം ഞാനിവിടെ ബേസിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഓപ്പണിങ്സിൻ്റെ ഉള്ളിലൂടെ വരുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ആ കറക്റ്റ് ഒരു 2 പില്ലേഴ്സ് പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ആ ഫ്രണ്ടിലുള്ള ആർച്ച് ഒന്നും കൂടെ ഭംഗിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ പേപ്പർ എടുത്തിട്ട് ആ സെയിം ആർച്ചിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റ് 2 സൈഡ്സിലും കൂടെ ഞാനങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനിയാണ് നമ്മൾ ഇന്ത്യ ഗേറ്റിനെ കുറച്ചുകൂടെ ഭംഗിയാക്കുന്ന പാർട്ട്. ഇന്ത്യ ഗേറ്റിൽ കാണുന്ന ചെറിയ ചെറിയ ആർക്കിടെക്ചറൽ ഡീറ്റെയിൽസ് നമുക്ക് ബാംബൂ സ്റ്റിക്സും കാർഡ്ബോർഡ് പീസസും ഉപയോഗിച്ചിട്ട് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ബാംബൂ സ്റ്റിക്ക് കൊണ്ട് എനിക്ക് വേണ്ട മെഷർമെൻറ്റ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഓരോ ഭാഗത്തും ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ ഒരു നോർമൽ കാർഡ്ബോർഡ് ബോക്സിനെ ഒരു പ്രോപ്പർ ഇന്ത്യ ഗേറ്റ് ആർക്കിടെക്ചർ മോഡലായിട്ട് മാറ്റുന്നത്. ബാംബൂ സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് നമ്മുടെ സാധാ ഈർക്കിലില്ലേ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കട്ടിയുള്ള ത്രെഡില്ലേ അതുകൊണ്ടും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് നമുക്ക് പെയിൻറ്റും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. പെയിൻറ്റ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ എടുത്ത കാർഡ്ബോർഡ് കുറച്ച് ഡാർക്ക് കളറായി പോയി. ഇന്ത്യ ഗേറ്റ് കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഷെയ്ഡാണല്ലോ. ഞാനിവിടെ ഒരു വൈറ്റും യെല്ലോയും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ കളറിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്, പക്ഷേ ഡയറക്റ്റ് കാണുമ്പോൾ ആ ഒരു കറക്റ്റ് ഇന്ത്യ ഗേറ്റിൻ്റെ ആ ഒരു കളർ തന്നെ വരുന്നുണ്ട്. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം ചെറിയൊരു പാർട്ടും കൂടെ ഉണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ ടോപ്പിൽ ഇന്ത്യ എന്നുള്ളൊരു റൈറ്റിങ്ങും കൂടെ വരുന്നില്ല, അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതി കൊടുക്കണം. അപ്പം ഞാൻ ഒരു ബ്ലാക്ക് കളർ പെർമനൻറ്റ് മാർക്കർ കൊണ്ട് ഇന്ത്യ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇതൊരു ചെറിയ ഡീറ്റെയിലിംഗ് ആണെങ്കിൽ പോലും ഇതും കൂടെ വന്നാലാണ് ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ടോപ്പിൽ ഒരു ചെറിയ കുഞ്ഞു ഫ്ലാഗ് വരുന്നില്ലേ, അതും കൂടെ അവിടെ വേണേൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.